ബിഗ് ബോസിന്റെ ഒരു പ്രൊമോയിൽ നമ്മുടെ ആദില പറയുന്നുണ്ട്. അനുമോള് ഫെയിം കണ്ടിട്ടാണ് ആദിലയും നൂറയൊക്കെ വന്ന് എന്ന് പറഞ്ഞതായിട്ട്. പക്ഷെ അങ്ങനെ ഒരു കാര്യമേ അനുമോള് പറഞ്ഞിട്ടില്ല. അനുമോള് പറഞ്ഞത് നീ എന്തിനാണ് എന്റെ പിന്നാലെ നടക്കുന്നത് എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതേ സംഭവം വന്ന് ആദില നമ്മുടെ ഷാനവാസിനോട് പറയുമ്പോൾ ഷാനവാസാണ് അവിടെ പറയുന്നത് അവളുടെ ഫെയിം കണ്ടിട്ടാണ് നിങ്ങൾ വന്നതെന്നായിരിക്കും അവള് പറഞ്ഞതെന്ന്. അല്ലാതെ വേറെന്താ അവള് പറഞ്ഞതെന്നാണ് ഷാനവാസ് പറഞ്ഞത്. അല്ലാതെ അനുമോൾ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടേ ഇല്ല. അനുമോളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അനുമോൾ ഒരിക്കൽ പോലും ആതിരയും നൂറേം വിട്ടുകൊടുത്ത് എവിടെയും സംസാരിച്ചിട്ടില്ല കേട്ടോ. പുള്ളിക്കാരത്തി പല ഓപ്പണായിട്ട് സംസാരിക്കേണ്ട ഏരിയയിൽ പോലും ആതിരയും നൂറേം വിട്ടുകൊടുക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ആതിരയും നൂറേം അങ്ങനെയല്ല കേട്ടോ. അനുമോളെ ആവശ്യമുള്ള സ്ഥലത്തെല്ലാം ട്രിഗർ ചെയ്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ PR-ന്റെ കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഓപ്പണായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ് ഇപ്പം ബിഗ് ബോസ് തന്നെ ഒരു നോമിനേഷനോ മറ്റോ കാര്യങ്ങൾ പറയാൻ പറയുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് ഇവർ ഓപ്പണായിട്ട് പല കാര്യങ്ങളും അനുമോളുടെ ഉള്ളിൽ നിന്ന് ഇവരോട് രഹസ്യമായി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ആദിലയും നൂറും ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അനുമോള് ഒരു കാര്യം ഇവരെ വിട്ട് ഒരിടത്ത് പോലും സംസാരിച്ചിട്ടില്ല. ഇന്ന് തന്നെ ബിഗ് ബോസ് ആണെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധികളെ നേരിട്ടാണ് നിങ്ങൾ ബിഗ് ബോസിൽ ഇതുവരെ വന്നെത്തിയെന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ആദിലയും നൂറ് ഏൽപ്പിക്കുമ്പോൾ പോലും ആദിലയും നൂറ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോള് ഇങ്ങനൊരു കാര്യം ചെയ്തതിന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ആ സ്പോട്ടിൽ പോലും അനുമോൾ അങ്ങനെ ഒരു കാര്യം പറയുന്നതേ ഇല്ല. കാരണം അവർക്കെതിരായിട്ട് അനുമോൾ സംസാരിക്കുന്നത് കൂടിയില്ല. ഇതാണ് അനുമോളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ആദിലയും നൂറയും പല സ്ഥലത്ത് അനുമോൾ എല്ലാത്തിലും നല്ലതാണെന്ന് ഞാനൊന്നും പറയത്തില്ല. എന്റെ പൊന്നോ, ആ സ്വഭാവം കുറച്ചൊക്കെ ഒന്ന് നമുക്ക് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യണം. ഇത്രയും പിടിവാശി നല്ലതേ അല്ല പെൺകുട്ടികൾക്ക്. ഉള്ള കാര്യം പറയാമല്ലോ. അമ്മാതിരി പിടിവാശി പിടിക്കുന്ന ഒരു പെൺകൊച്ചാണ് അനുമോൾ. അത് ആ പെൺകൊച്ചിനെ കൂടുതൽ ദോഷം ചെയ്യുന്നത് അത് തന്നെയാണ്.